ഹായ് ഹലോ എല്ലാവർക്കും ഷെരസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നേക്കുന്ന ഒരു ഹെൽത്തി ദോശയുമായിട്ടാണ്. ചെറുപയർ പരിപ്പ് ദോശ. കണ്ടില്ലേ, ഈസിയാണ്, ടേസ്റ്റിയാണ്, പ്ലസ് ഹെൽത്തിയാണ്. അപ്പം ഇതിന് നമ്മൾ ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതൊരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം. അതൊരു 1.25 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയുടെ ഇലകൾ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, അതും ഒരു നുള്ളു മതി. ഇത്രയാണ് നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ദോശയ്ക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതൊരു മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ആദ്യമേ അങ്ങ് ചേർക്കുകയാണ്. പിന്നെ അതൊരു പകുതി അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. മിക്സിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പകുതി അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കില്ലേ, അതുപോലെ അതാണ് പാകം എന്ന് പറയണേ. കുറച്ച് വെള്ളം ഒഴിക്കാം. ജീരകപ്പൊടി ഇടാം. ജീരകപ്പൊടി ഇല്ലാത്തവർ ജീരകം ഇട്ടാലും മതി, ഇതാകുമ്പോൾ കുറച്ച് ടേസ്റ്റാണ്. പിന്നെ ഉപ്പ്, കായപ്പൊടി, മഞ്ഞൾ, നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം അരയ്ക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ കറിവേപ്പില ഇടുകയാണ്. ഇത് വേറെ ബൗളിലേക്കൊന്നും ആക്കുന്നില്ല, ഇതിൽ തന്നെ നമുക്കങ്ങ് ദോശ ഉണ്ടാക്കാം. കറിവേപ്പില അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറിവേപ്പില അരച്ചാൽ അതിന് വേറൊരു സ്വാദാവുമല്ലോ. അപ്പം ചെറുതായിട്ടൊന്ന് കീറി അതിലേക്ക് ഇടുക. നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു സൈഡ് ആയിക്കഴിഞ്ഞ് ഇനി നമുക്കത് തിരിച്ചിടാം. ഓക്കെ, അപ്പം നമ്മുടെ ദോശ റെഡിയാണ്. ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഈസി. കണ്ടില്ലേ, എളുപ്പമാണ്. ചെറുപയർ പരിപ്പ് കുറച്ച് നേരം കുതിർത്തിടുക, പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കുക. നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞു. കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് വലുതാക്കുക. നമ്മുടെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ.
അപ്പോൾ വലിയ ദോശ ഒരു 3-4 ദോശയ്ക്കുണ്ട് ഞാൻ അരച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ദോശ ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.